ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കുറ്റപത്രം വൈകും. സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിന് 10 ദിവസം കൂടി കാത്തിരിക്കണം. ഇത് കിട്ടിയാൽ മാത്രമേ നഷ്ടപ്പെട്ട സ്വർണം എത്രയെന്ന് കണ്ടെത്താൻ കഴിയൂവെന്നും ഹൈക്കോടതി വ്യക്തമാക്കുന്നു. ബിനിൽ വിവരങ്ങളുമായിട്ട്. ബിനിൽ, ഇനിയും 10 ദിവസം, ഇത് എത്രയോ നാളുകളായി ഈ തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ ബഹളത്തിനിടയിൽ സത്യം പറഞ്ഞാൽ ഈ വാർത്തയിൽ എന്ത് മുന്നോട്ട് പോക്ക് എന്ന് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നതുമില്ല. ഇനിയും എത്ര ദിവസം കാത്തിരിക്കണമെന്നാണ്? ആ 10 ദിവസം കഴിയുമ്പോഴെങ്കിലും കുറ്റപത്രം എത്തുമോ? ദിവിഷ് പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ തിരക്കുകൾക്കിടയിൽ മറന്നുപോയൊരു സംഭവമാണ് യഥാർത്ഥത്തിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ അന്വേഷണം ഏതുവരെ എത്തിയെന്നത്. ഇപ്പോൾ അതിലൊരു വ്യക്തത വന്നിരിക്കുന്നു. അതായത് അന്വേഷണം ഇനിയും നീളും. എന്തായാലും അടുത്ത മാസം അവസാനത്തോടുകൂടി മാത്രമേ ആ സ്വർണ്ണക്കൊള്ള കേസിൽ ഒരു കുറ്റപത്രത്തിലേക്ക് എത്താൻ കഴിയൂ എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ജംഷഡ്പൂരിലെ കേന്ദ്ര ലാബിലാണ് സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധന നടക്കുന്നത്. അതിന്റെ അന്തിമ റിപ്പോർട്ട് ലഭിക്കാൻ ഒരു 10 ദിവസം കൂടി എടുക്കും എന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ഒരു 10 ദിവസം കാത്തിരുന്നാൽ പോലും ഉടൻ തന്നെ ആ കുറ്റപത്രത്തിലേക്ക് എത്താൻ കഴിയില്ല. ആ റിപ്പോർട്ട് കിട്ടിയ ആ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം മാത്രമേ ആ കുറ്റപത്രം പൂർണ്ണതോതിൽ തയ്യാറാക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് അടുത്ത മാസം അവസാനത്തോടുകൂടി മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ കുറ്റപത്രം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. എന്തായാലും ജൂൺ 6 ഇപ്പോൾ ഈ കേസ് ഹൈക്കോടതി മാറ്റിവെച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് ഈ ശാസ്ത്രീയ പരിശോധന ഫലം വന്നാൽ മാത്രമേ എത്രമാത്രം സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്, സ്വർണ്ണപ്പാളികൾ അതായത് ചെമ്പ് തകിടുകൾ ഏതെങ്കിലും മാറ്റിയിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമാകുകയുള്ളൂ. അതോടൊപ്പം തന്നെ 2025 അതായത് ഏറ്റവും ഒടുവിലത്തെ ദേവസ്വം ഭരണസമിതി PS പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അവരുടെ കാലത്ത് നടത്തിയ സ്വർണം പൂശലിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു കേസെടുക്കണമെങ്കിൽ അതിനും ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം പ്രധാനമാണ് എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഇനിയും കാത്തിരിക്കേണ്ടി വരും. കേരളത്തെ വലിയ രീതിയിൽ ചർച്ച ചെയ്ത, രാഷ്ട്രീയമായി തന്നെ ഇടതുമുന്നണിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കിയ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പുതിയ സർക്കാർ വന്നിട്ടും ഉടനൊന്നും ഒരു തീർപ്പിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നില്ല.